വിനീത, മന്ത്രിമാർ ഇപ്പോൾ ഇവിടെ ഈ ചൂരൽമലയിലെ ക്യാമ്പിലാണുള്ളത്. അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നു. ഏറ്റവും പ്രധാനമായിട്ടും അങ്ങോട്ട് കടക്കാനുള്ള താൽക്കാലിക പാലം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ പാലം നിർമ്മിച്ച് ഇപ്പോൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്തേക്ക് യാത്രാ സൗകര്യം ഒരുക്കുക. അതിനുശേഷം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകളെ രക്ഷിക്കാനുള്ള, അവരെ കൊണ്ടുവരാനുള്ള അജണ്ട തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പം മാത്രമല്ല, ഈ സന്നദ്ധ പ്രവർത്തകർക്ക് പരമാവധി രക്ഷാപ്രവർത്തനത്തിനുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണം എന്നുള്ളത് കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള NDRFന്റെയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ സൈന്യം ഇറങ്ങിയാൽ പോലും ഈ പ്രദേശങ്ങളിൽ പല ഭാഗത്തും രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ പ്രവർത്തകരുടെ സഹായം ആവശ്യമുണ്ട്. അത് കൃത്യമായി നിർണയിച്ച് അത് ഏത് പ്രകാരത്തിൽ വേണമെന്നുള്ളത്, വെറുതെ ആൾക്കൂട്ടമായി വരുന്ന ആളുകളെയല്ല, കൃത്യമായ സംവിധാനങ്ങളോടുകൂടി എത്തുന്ന രക്ഷാപ്രവർത്തകരെ അനുവദിക്കാനും അതല്ലാത്തവരെ മാറ്റി നിർത്താനുമുള്ള സംവിധാനത്തെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അതൊക്കെ ഈ ചർച്ചയിൽ വരുന്നു. ഡിസ്ട്രിക്ട് കളക്ടറും സിറ്റി പോലീസ് അവിടുത്തെ റൂറൽ SP ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഈ മന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. OR കേളു മിനിസ്റ്റർ ഇവിടെയുണ്ട്, അതുപോലെ തന്നെ മന്ത്രി രാജനുണ്ട്, മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. 3 മന്ത്രിമാരും ചേർന്ന് ഇപ്പോൾ ചൂരൽമല ക്യാമ്പിൽ, ചൂരൽമല കൺട്രോൾ റൂമിലെത്തി അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലുള്ള ആളുകളെ എത്തിക്കാൻ വേണ്ടി അവിടേക്ക് യാത്രാ സൗകര്യം എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. കാരണം തിരിഞ്ഞിരിക്കുന്നു. ഇനി 3-4 മണിക്കൂറുകൾ മാത്രമായിരിക്കും ഈ പകൽ വെളിച്ചത്തിൽ നമുക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുക. അപ്പോൾ ഈ രാത്രി ഇരുട്ടിയാൽ എന്ത് ചെയ്യണം, രക്ഷാപ്രവർത്തനം തുടരേണ്ടതുണ്ടോ, ഏത് മേഖലയിൽ അവിടെ വെളിച്ചം എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇനിയുള്ള ആലോചനകളിൽ വരേണ്ടതാണ്. ഇപ്പോഴേതായാലും പ്രാഥമികമായി ചർച്ച നടന്നിട്ടുള്ളതും ഈ വഴി ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. ശരി, ഏതായാലും സൈന്യം എത്തി താൽക്കാലിക പാലം നിർമ്മിക്കുമെന്നാണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരവും. രഞ്ജിത്ത്, എന്താണ് മന്ത്രിമാരുടെ തീരുമാനമെന്ന് അറിയിക്കുക. കൂടുതൽ രക്ഷാപ്രവർത്തകരെ അനുവദിച്ചേക്കും അവിടെ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കൂട്ടമായി എത്തുന്ന ആളുകൾ എന്ന നിലയ്ക്കല്ല, സന്നദ്ധ പ്രവർത്തകരായി അതിൻ്റെ സംവിധാനങ്ങളോടുകൂടി എത്തുന്ന ആളുകളെയാണ് എത്തിക്കുക. ഇപ്പോൾ നൂറ ഉണ്ട് താനൂരിൽ നിന്ന്. നൂറ, എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത്? നൂറ, കേൾക്കാമെങ്കിൽ. നൂറ കേൾക്കാമോ? പറയൂ, എന്ത് വിവരമാണ് പങ്കുവെക്കാനുള്ളത്? നമ്മള് ബന്ധുക്കളവിടെ കാണുന്നില്ല. പേരൊന്ന് പറയാമോ? റുക്കിയ, ഉനൈസ്, ഷെഫീന, ജുനൈസ്, ഉനൈസ്, പിന്നെ നജ ഫാത്തിമ അമീൻ. ഇവരെവിടെയാണ് താമസിച്ചിരുന്നത്? ഇവര് ചൂരൽമല സ്കൂളിന്റെ സൈഡായിരുന്നു. ചൂരൽമല സ്കൂളിന്റെ നടന്ന ആ റോട്ടിൽ തന്നെ ഒരു 500 മീറ്റർ ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിലേക്ക്. വീടൊന്നും ഇല്ലാന്നാ പറയുന്ന കേട്ടെ. പക്ഷേ ആ ഭാഗത്തു നിന്ന് കുറെ അധികം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചൂരൽമലയിൽ പൊതുവെ നാശനഷ്ടം ഉണ്ടെങ്കിൽ പോലും കുറെ അധികം ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്കൂളിന് സമീപത്തൊക്കെയുള്ള ആളുകളെ. അവരേതെങ്കിലും ക്യാമ്പിലുണ്ടോ, ആശുപത്രിയിലുണ്ടോ എന്ന് അന്വേഷിച്ചു, എവിടെയും കണ്ടിട്ടില്ല അവരെ. ഓക്കെ, ഞാൻ NDRFന്റെ സംഘത്തിന് ഒപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. അവരും കൃത്യമായി ഇത് വിവരങ്ങൾ തേടുന്നുണ്ട്. മറ്റ് ചില വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരുമായി ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അവരോട് ചോദിക്കാം. ഞാൻ പേരൊന്നും കൂടി വായിക്കാം. റുഖിയ, ഷഫീന, ജുനൈസ്, നജ ഫാത്തിമ അമീൻ. 5 പേരല്ലേ? അതെ. ചൂരൽമല സ്കൂളിന് സമീപം താമസിച്ചിരുന്നവരാണ്. തീർച്ചയായും നൂറ തുടരുക. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞങ്ങളത് പാസ് ചെയ്യാം. ഏതായാലും ആ മേഖലയിൽ നിന്ന് കുറേ അധികം ആളുകളെ ഇപ്പോൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാനിയോ മനോമിയും VS രഞ്ജിത്തും ആ മേഖലയിൽ, വെള്ളറമല ചൂരൽമല മേഖലയിൽ തന്നെ ഉണ്ട് താനും. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അലേർട്ട് ഇതാണ്. അതീവ ജാഗ്രതാ മുന്നറിയിപ്പുള്ള ഒരു സന്ദേശമാണ്. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ മാറി താമസിക്കണമെന്ന വിവരമാണ് വരുന്നത്. സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡും വയനാട്ടിലെത്തുമെന്ന വിവരം കൂടി വരുന്നുണ്ട്.